ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ച് പേൾ സ്റ്റോക്സ്. നമുക്കിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ്. സ്റ്റിച്ച്ഡ് ചുരിദാർ സെറ്റുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെറ്റ് പോലെ തന്നെ കുറച്ച് അനാർക്കലി ടൈപ്പ്, ഫ്ലെയർഡ് ടൈപ്പ് ചുരിദാർ സെറ്റുകൾ, സ്റ്റിച്ച്ഡ് ടോപ്പ്, സ്റ്റിച്ച്ഡ് പാൻറ്, അതുപോലെ തന്നെ ദുപ്പട്ടയും കൂടെ അവൈലബിൾ ആയിട്ടുള്ള സെറ്റുകളാണ്. എല്ലാം ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ്. ഓരോന്നും ഞാൻ നിങ്ങൾക്ക് ഓരോന്നും എടുക്കുമ്പോൾ കാണിച്ചു തരാം. വേഗം തന്നെ കാണാം. ഫസ്റ്റ് വൺ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ്. ഇതിൽ വരുന്നത് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതിൽ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഒരു വി പാറ്റേൺ ആണ്. ഇങ്ങനെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം. ഇതിലിങ്ങനെ ഒരു വി പാറ്റേണിൽ നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ വീവിങ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ജെറി ത്രെഡ്, സിൽവർ ജെറി ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ വീവിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ യോക്ക് പോർഷനിൽ നല്ല ത്രൂ ഔട്ട് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഒക്കെ വീവിങ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മിറർ സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ടാണ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ത്രെഡ് വീവിങ് ആണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ടൈ ചെയ്തിടാവുന്ന രീതിയിൽ ഇങ്ങനെ ചെറിയൊരു സ്റ്റൈലിങ്ങും വന്നിട്ടുണ്ട്. ഈ ഒരു യോക്ക് പോർഷനിൽ ഇങ്ങനെ എംബ്രോയിഡറി വീവിങ്ങും, ലോവർ പോർഷനിൽ നമുക്ക് പാനൽ കട്ടിംഗ് ആണ്. ഇത് 2, 3, 5, 6 പീസ് വെച്ചിട്ടുള്ള പാനൽ കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ പാനൽ കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്ലീവ് ഇങ്ങനെ കെട്ടിയിടാവുന്ന രീതിയിലുള്ള ആ ഒരു ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. കണ്ടില്ലേ, നല്ല ഫ്ലെയർ ആണ്. ഈ ഒരു ലോവർ പോർഷൻ അനാർക്കലി ടൈപ്പാണ് വരുന്നത് കേട്ടോ. നമുക്കിങ്ങനെ സ്ലീവിൽ ഇങ്ങനെ കെട്ടിയിടാവുന്ന രീതിയിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. ഇങ്ങനെ ഇവിടെ നമുക്ക് കെട്ടിയിടാവുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ദുപ്പട്ടയും വരുന്നുണ്ട്. ദുപ്പട്ട ഇങ്ങനെ ഒരു ദോറിയ കോട്ടയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. അതിൽ ത്രൂ ഔട്ട് ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ത്രൂ ഔട്ട് ഇങ്ങനെ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഇതിങ്ങനെ ബലം പിടിച്ച ഫാബ്രിക് അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ദോറിയ കോട്ടയാണ്. ദോറിയ കോട്ട അറിയാലോ, നമ്മുടെ നെറ്റ് കോട്ട പോലെയല്ല, നല്ല സോഫ്റ്റ് ആണ്. നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെയുള്ള സോഫ്റ്റ് കോട്ട മെറ്റീരിയലിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ബോട്ടം സ്ട്രെയിറ്റ് ബോട്ടം ആണ് കേട്ടോ. ഇങ്ങനെയാണ്, സ്ട്രെയിറ്റ് ബോട്ടം ആണ്, പെൻസിൽ ബോട്ടം. എല്ലാം സോഫ്റ്റ് കോട്ടൺ ആണ്, ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ്. ഇതിൽ ലൈനിങ് വരുന്നില്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. നമുക്ക് ഈ ഒരു ടോപ്പ് ഫാബ്രിക്കും വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ്. ഇതിൻ്റെ അപ്പർ പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ലോവർ പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. സ്ട്രെയിറ്റ് ബോട്ടം ആണ്. ഇത്രയാണ് വരുന്നത്. ഇതിലിപ്പോൾ നമുക്ക് 38 തൊട്ട് സൈസസ് അവൈലബിൾ ആണ്. ഒരു 3XL വരെ സൈസസ് അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് 1850 ആണ്. നല്ലൊരു ഗോൾഡൻ ചോയ്സ് ആണ്. ഇതിൻ്റെ പ്രൈസിനനുസരിച്ച് നല്ല വർത്താണ് നമുക്ക് ഈ ഒരു സെറ്റ്. കാരണം അനാർക്കലി സെറ്റ് പ്യുർ കോട്ടൺ, ജയ്പൂർ കോട്ടണിൽ വരുന്ന നല്ലൊരു ഓപ്ഷനാണ്. ഫുൾ സ്റ്റിച്ച്ഡ് സെറ്റ് വിത്ത് ദുപ്പട്ട. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പ്രൈസ് ചെയ്യുന്നത് 1850. നെക്സ്റ്റ് വരുന്നത്, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആണ്. നേരത്തെ വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആയിരുന്നു. ഇത് നല്ലൊരു ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ദുപ്പട്ട അടക്കം വരുന്ന സെറ്റാണ്. ഇതിൽ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ചെറിയ ത്രെഡ് വീവിങ് ആണ് വരുന്നത്. ഒരു വി നെക്ക് പാറ്റേൺ കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു വി നെക്കിൽ ചെറിയ ത്രെഡ് വീവിങ് വരുന്നുണ്ട്. ഈ ഫ്ലവറിനെയൊക്കെ നമ്മൾ ഈ ത്രെഡ് വീവിങ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ഫ്ലവറിനെയൊക്കെ ചെറിയ ത്രെഡ് വീവിങ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലാണ് ത്രെഡ് വീവിങ് വരുന്നത് കേട്ടോ. അതിൻ്റെ ഈ സൈഡിൽ ത്രെഡ് വീവിങ് വരുന്നില്ല. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഷൈനിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ലോവർ പോർഷനിൽ വരുമ്പോൾ പാനൽ കട്ടിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ലുക്ക് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ചെറിയൊരു ടൈ വെച്ച് ഇങ്ങനെ ഒരു സ്റ്റൈലിങ് ചെയ്തിട്ടുണ്ട്. സ്ലീവിലും ഇങ്ങനെ തന്നെ
നമുക്ക് ടൈ ചെയ്തിടാവുന്ന പോലെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കെട്ടിയിടാവുന്ന പോലെ ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്തിടാവുന്ന പോലെയാണ് നമുക്ക് പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ. ബാക്ക് സൈഡും ഇങ്ങനെ തന്നെ. ഇതിലിപ്പോൾ യോക്ക് പോർഷൻ ഇത്രയും ഭാഗം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, താഴേക്ക് ലൈനിങ് ഇല്ല. ലൈനിങ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് ഫ്ലെയർ കിട്ടുന്നുണ്ട്, തീരെ ട്രാൻസ്പാരൻ്റ് അല്ല. നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന, സമ്മറിലൊക്കെ സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. ഇതിലും പെൻസിൽ ബോട്ടം തന്നെയാണ് കേട്ടോ വരുന്നത്, സ്ട്രെയിറ്റ് ബോട്ടം. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. നല്ല പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്, ഇങ്ങനെ പ്രിന്റഡ് ആണ്. ഒരു ഓഫ് വൈറ്റിൽ ബ്ലൂ ഫ്ലവേഴ്സ് ആണ് പ്രിന്റ് വരുന്നത് കേട്ടോ. സ്ട്രെയിറ്റ് ബോട്ടം ആണ്, ത്രൂ ഔട്ട് എലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ. ത്രൂ ഔട്ട് എലാസ്റ്റിക് ആണ്. ഇതിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടില്ല, കാരണം ഇത് അനാർക്കലി ആയതുകൊണ്ട് പോക്കറ്റ് കൊടുത്തിട്ടും കാര്യമില്ലാത്തത് കൊണ്ട് പോക്കറ്റ്സ് ഇല്ല. ദുപ്പട്ട വരുന്നത് ദോറിയ കോട്ട തന്നെ കേട്ടോ. നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ ദോറിയ കോട്ടയിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ഈ ഒരു സീക്വൻസ് വർക്ക്, ത്രൂ ഔട്ട് ഇങ്ങനെ ചെറിയൊരു സീക്വൻസ് ആണ്, മിററല്ല, അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. 2.35 മീറ്റേഴ്സ് ആണ് ദുപ്പട്ട വരുന്നത്. ടോപ്പ് ലെങ്ത് വരുന്നത് 47 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. പെൻസിൽ പാൻറ് ലെങ്ത് വരുന്നത് 37 ഇഞ്ചസ് ആണ്. പ്രൈസ് ചെയ്യുന്നത് 1850. നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെ തന്നെ ഈ ഒരു പാനൽ കട്ടിങ് വരുന്ന സെറ്റാണ്. ഇതിൽ ഇങ്ങനെയാണ് കേട്ടോ. ഈ നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന സെറ്റ് പോലെ തന്നെ ലോവർ പോർഷനിൽ നല്ല എനാർക്കലി ആയിട്ട്, എനാർക്കലി എന്ന് പറയുന്നത് പാനൽ കട്ടായിട്ട് തന്നെ ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. അതിൽ ഇങ്ങനെ പ്രിൻ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ്. ഈ ഒരു അപ്പർ പോർഷനിൽ ആ ഒരു ജെറി ത്രെഡ് വീവിങ് വരുന്നുണ്ട്. അതിൽ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ. വീനെക്ക് തന്നെ അതിൽ ഒരു എന്താ പറയുക, ഒരു സട്ടിൽ ഷെയ്ഡായിട്ടുള്ളൊരു ഗോൾഡൻ ത്രെഡ് വീവിങ് ആണ് വരുന്നത്. നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന പോലെ തന്നെ ചെറിയൊരു സീക്വൻസ് മിറർ പോലെയുള്ളൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് വർക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു പോർഷനിൽ വർക്ക് വരുന്നുണ്ട്, ഇവിടെ വർക്ക് വരുന്നില്ല. ലോവർ പോർഷനിൽ ഇങ്ങനെ പാനൽ കട്ടാണ്, ഒരു 6 പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പാനൽ കട്ടിങ് ആണ് വരുന്നത്. ഇതിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ടൈ ചെയ്തിടാവുന്ന പോലെ ഒരു സ്റ്റൈൽ ചെയ്തിട്ടുള്ളൊരു ടൈയിങ്ങും വരുന്നുണ്ട്. സ്ലീവിൽ ഇങ്ങനെ നമുക്ക് ടൈ ചെയ്തിടാം. അങ്ങനെ നല്ല ഒരു സ്റ്റൈലായിട്ടുള്ളൊരു കുർത്തിയാണ്. സ്റ്റിച്ച്ഡ് കുർത്തി, പാനൽ കട്ടിങ്ങും ആണ് കേട്ടോ. ഇതിൽ അപ്പർ പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ലോവർ പോർഷൻ അറ്റാച്ച്ഡ് അല്ല. പക്ഷെ നമുക്ക് ലൈനിങ് ഇല്ലെങ്കിലും നല്ല സ്റ്റൈലായിട്ട് ഇടാൻ പറ്റുന്ന, ഒട്ടും നമുക്ക് ട്രാൻസ്പാരൻ്റ് അല്ലാത്ത, നല്ല കംഫർട്ടബിളായി വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ്. പാൻറ് ഇതുപോലെ സ്ട്രെയിറ്റ് ബോട്ടം ആണ് കേട്ടോ. നമുക്ക് ജയ്പൂർ കോട്ടണിൽ സെറ്റുകൾ വരാറുണ്ടല്ലോ, അതേ മെറ്റീരിയലാണ്, അത് സ്റ്റിച്ച്ഡ് ആണ് കേട്ടോ. ഇങ്ങനെ എലാസ്റ്റിക് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന സ്റ്റിച്ച്ഡ് സ്ട്രെയിറ്റ് ബോട്ടം ആണ്. ഇതിൽ ദുപ്പട്ട വരുന്നത് മൽ കോട്ടൺ തന്നെ ഇങ്ങനെ കേട്ടോ. ദുപ്പട്ട വരുന്നത് ഈ ഒരു നമ്മുടെ പാൻറ്റിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ്. സ്ട്രൈപ്ഡ് ദുപ്പട്ട 2.35 മീറ്റേഴ്സ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ആ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. പ്രൈസ് സെയിം തന്നെ 1850. നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെ ഈ വെയർ ചെയ്തിരിക്കുന്ന സെറ്റാണ്. ഇൻഡിഗോ ബ്ലൂവിൽ വരുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. ഇതിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു വീനെക്ക് പാറ്റേൺ ആണ്. അതിൽ ഈ ഒരു പോർഷൻ വർക്ക് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ വർക്ക് ഇല്ലാതെ പ്ലെയിൻ ആണ്. അത് ഇങ്ങനെ പ്രിന്റഡ് കേട്ടോ. ഇങ്ങനെ ടൈ ചെയ്തിടാവുന്ന പോലെ, നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന പോലെ തന്നെ ഇങ്ങനെ കവടി പോലെയൊക്കെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ്. സ്ലീവിലും ഇങ്ങനെ കെട്ടി ഇടാവുന്ന രീതിയിൽ സ്ലീവ് കേട്ടോ. ഈ ഒരു പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. താഴെ പോർഷനിൽ നല്ല ഫ്ലെയർ ആണ്, ഇങ്ങനെ അനാർക്കലി ടൈപ്പാണ് വരുന്നത്. ദുപ്പട്ടയും വരുന്നുണ്ട് കേട്ടോ. ദുപ്പട്ട കോട്ടൺ തന്നെയാണ്. അതിൽ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഇതിൽ വർക്ക് കാണിക്കാനായിട്ട് ഒന്ന് ക്ലോസ് വ്യൂ കാണിക്കാം. ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു പോർഷനിൽ ജെറി ത്രെഡ് വീവിങ്ങും വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ചെറിയൊരു മിറർ വർക്ക് അല്ല, സീക്വൻസ് ആണ്. സീക്വൻസും ജെറി ത്രെഡും വെച്ചിട്ടുള്ള വീവിങ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ടൈയിങ് വരുന്നത്. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വരുന്നുണ്ട്. സ്ലീവ്സിൽ വരുമ്പോൾ ഇങ്ങനെ ഇതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ ടൈ ചെയ്ത് നമുക്ക് കെട്ടിയിടാവുന്ന രീതിയിൽ ലോവർ പോർഷനിൽ ഇത്രയും ഫ്ലെയർ ആയിട്ട് വരുന്ന ഒരു 6 പീസസ് വരുന്ന അനാർക്കലിയാണ് കേട്ടോ. 47 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ബോട്ടം ആണ്. എലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള 37 ഇഞ്ചസ് ലെങ്ത് വരുന്ന സ്ട്രെയിറ്റ് ബോട്ടം ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. വ്യൂ വരുന്നത് ഇങ്ങനെ. ഇത് ദുപ്പട്ട വരുന്നത്
നമുക്ക് മൽ കോട്ടണിൽ തന്നെ വരുന്ന ഡാർക്ക് ബ്ലൂ ആണ്, ഇൻഡിഗോ ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. 2.35 മീറ്റേഴ്സാണ് ലെങ്ത് വരുന്നത്. ദുപ്പട്ട വേണ്ടവർക്ക് യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് സ്റ്റൈൽ ചെയ്ത് കുർത്തി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. പ്രൈസ് ചെയ്യുന്നത് 1850. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് പോലെ തന്നെ ഇതൊരു മെറൂൺ ഷെയ്ഡ്, ഒരു ബ്രിക്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു പ്രിന്റാണ് വരുന്നത്. നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന പോലെ തന്നെ ലോവർ പോർഷനിൽ ഇങ്ങനെ പാനൽ കട്ടിംഗ് ആണ്. ഇതുപോലെ തന്നെ ടൈ ചെയ്തിടാവുന്ന പോലെ വീനെക്കിൽ ഈ ഒരു സൈഡിൽ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്, ജെറി ത്രെഡ് വീവിങ് വരുന്ന വർക്ക് വരുന്നുണ്ട്. സ്ലീവിൽ ഇങ്ങനെ സെയിം പാറ്റേൺ ആണ്, നമുക്ക് കളർ ചേഞ്ചും ആ ഒരു പാറ്റേൺ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ഡിസൈൻ മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. നമുക്ക് ക്ലോസ് വ്യൂ കാണിച്ചു തരാം. നെക്കിൽ ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത്, ചെറിയൊരു ത്രെഡ് വീവിങ്ങും ഒരു സീക്വൻസ് വർക്കും ആണ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് എല്ലാ സൈസസും അവൈലബിൾ ആണ്. ഒരു 38 to 46 വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ വൺ സൈഡിൽ നമുക്ക് ടൈ ചെയ്ത് കെട്ടാവുന്ന പോലെ. ലോവർ പോർഷനിൽ ഇത്രയും ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. ഒരു 6 പീസസ് പാനൽ കട്ടിംഗ് ആണ് വരുന്നത് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. നമുക്ക് ലൈനിങ് ഇട്ടില്ലെങ്കിലും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സമ്മറിലൊക്കെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ. സ്ലീവ്സിലും ലൈനിങ് ഇല്ല, ഈ ഒരു അപ്പർ പോർഷനിൽ മാത്രം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ലൈറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്കി എല്ലാ ഭാഗത്തും ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ട്രെയിറ്റ് ബോട്ടം ആണ് വരുന്നത്, ഇങ്ങനെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ളത് കേട്ടോ. ഒക്കെ ജയ്പൂർ കോട്ടൺ അൺസ്റ്റിച്ച്ഡ് വന്നിരുന്ന പോലത്തെ തന്നെ സെറ്റാണ്. ഇങ്ങനെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പെൻസിൽ ബോട്ടം എലാസ്റ്റിക്സ് ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാവുന്ന പോലെ. ഈ ഒരു സ്ട്രൈപ്ഡ് തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് കേട്ടോ. ദുപ്പട്ട ഇടേണ്ടവർക്ക് ഇടാം, ഇല്ലാതെ കുർത്തിയായിട്ടും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. 2.35 മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ് സെറ്റിന്റെ വ്യൂ. പ്രൈസ് ചെയ്യുന്നത് സെയിം തന്നെ 1850. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ. നമ്മൾ ഇത്ര നേരം കണ്ടതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതും ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ബ്ലൂ ഷെയ്ഡിൽ ഒരു ഇഷ്ടിക കളറിൽ വരുന്ന ഒരു പ്രിൻ്റാണ്. ഇങ്ങനെ വീനെക്ക് പാറ്റേണിൽ ഇത് ഒറിജിനൽ മിററാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെ ഈ വീനെക്കിൽ ഒറിജിനൽ മിറേഴ്സാണ് വരുന്നത്. ത്രൂ ഔട്ട് ഹാൻഡ് വർക്കാണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് ഡീറ്റെയിലിംഗ് വരുന്നത് കേട്ടോ. ഈ ഒരു പോർഷനിൽ ഹാൻഡ് വർക്ക് വരുന്നു. പിന്നെ സ്ലീവ് വരുന്നത് ഇങ്ങനെ ബെൽ സ്ലീവാണ് കേട്ടോ. നമുക്കിങ്ങനെ ബെൽ സ്ലീവും അതിൽ ഇങ്ങനെ ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. ഇതുപോലെ തന്നെ പാനൽ കട്ടിംഗ് ആണ്. നല്ലോണം ഫ്ലെയർ വരുന്നുണ്ട്. ഒരു 10 പീസസ് വരുന്നുണ്ട്. അപ്പോൾ 2 പോർഷനും കൂടി ആകുമ്പോൾ 20 പീസസ് ഫ്ലെയർ വരുന്ന നല്ലൊരു അനാർക്കലി സെറ്റാണ് കേട്ടോ. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ബോട്ടം പീസ് വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടം ആണ് കേട്ടോ. എല്ലാം സ്റ്റിച്ച്ഡ് ആണ്. 3 പീസ് സ്റ്റിച്ച്ഡ് സെറ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ബോട്ടം വരുന്നത്. ഇതും ജയ്പൂർ കോട്ടൺ തന്നെയാണ്. ഇതിൽ പ്രിന്റ് വരുന്നത് ഇങ്ങനെ ഇൻഡിഗോ ബ്ലൂവിൽ ഒരു ബ്രിക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റുകളാണ്. സിഗ്സാഗ് പ്രിന്റാണ് വരുന്നത്. ഇങ്ങനെ എലാസ്റ്റിക് ആണ്, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന ബോട്ടമാണ്. പിന്നെ നമുക്ക് ദുപ്പട്ട വരുന്നത് ഈ ഒരു ബോട്ടത്തിൻ്റെ ഷെയ്ഡ് തന്നെയാണ്, പാറ്റേൺ തന്നെയാണ്, സിഗ്സാഗ് ആണ് കേട്ടോ. ഈ ഒരു മൽക്കോട്ടൺ തന്നെയാണ് ദുപ്പട്ട. 2.35 മീറ്റേഴ്സ് വരുന്ന ദുപ്പട്ട. ദുപ്പട്ട യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം, ഇല്ലാതെ നമുക്ക് കുർത്തിയായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ആ ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് ആ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 1850. അപ്പോൾ സ്റ്റിച്ച്ഡ് ചുരിദാർ സെറ്റുകളുടെ കളക്ഷൻസ്, വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്ലിറ്റഡ് ചുരിദാർ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു വെറൈറ്റി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അനാർക്കലി പാനൽ ടൈപ്പ് വേണ്ടവർക്ക് ആ ഒരു ടൈപ്പ് ഉണ്ട്. എല്ലാം നല്ല വെറൈറ്റിയാണ്. അതുപോലെ തന്നെ കോട്ടൻ്റെ നല്ല കംഫർട്ടബിളായി വെയർ ചെയ്യാൻ പറ്റുന്ന ചുരിദാർ സെറ്റുകളാണ്. ദുപ്പട്ട വേണ്ടവർക്ക് ദുപ്പട്ട യൂസ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് കുർത്തി ടൈപ്പ് വെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ദുപ്പട്ട മാറ്റി വെച്ച് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോയിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. ഇനി വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വാട്സാപ്പിൽ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അതിൻ്റെ കോഡ് സഹിതം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഷെയർ ചെയ്താൽ മതിയാവും.
ഇന്ത്യൻ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC കൊറിയർ സർവീസ് വഴിയായിട്ടാണ് നമ്മൾ പാഴ്സൽസ് ഡെസ്പാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുള്ളവർ ഇന്ത്യൻ പോസ്റ്റ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂരാണ്, ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ് 7th ഡേ സ്കൂളിന് ഓപ്പോസിറ്റ് 70 ലൈനിൽ ELRA 44 ആണ്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. നമുക്കിവിടെ റണ്ണിങ് മെറ്റീരിയൽസും അതുപോലെ ചുരിദാർ സെറ്റുകൾ, അൺസ്റ്റിച്ച്ഡും സാരീസും എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ വന്ന് അടുത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. നേരിട്ട് വന്ന് ബോഡി മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇവിടെ അടുത്തല്ലാത്തൊരു ദൂരെയുള്ളവരാണെങ്കിൽ നിങ്ങൾ സൈസ് മെൻഷൻ ചെയ്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോസ് ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ കളക്ഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.